കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സൂക്ഷ്മ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പനി, ശ്വാസകോശ അണുബാധ തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തുന്ന എല്ലാവർക്കും COVID-19 പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തണം. ഫലം നെഗറ്റീവ് ആണെങ്കിൽ RT-PCR ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. കോവിഡ് രോഗികളെ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ 1435 പേരിലാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. രാജ്യത്താകെ 4000-ന് മുകളിൽ കോവിഡ് രോഗികളാണുള്ളത്. ചുരുക്കം മരണങ്ങളും ഇതിനിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒമിക്രോൺ വിഭാഗത്തിലെ ഒമിക്രോൺ JN.1 വകഭേദമായ LF7 ആണ് ഇപ്പോൾ വ്യാപിക്കുന്നത്. ഇത് ഭയപ്പെടേണ്ട വകഭേദമല്ല എന്നും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ട ഗണത്തിലുള്ളതാണെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു. എങ്കിലും പ്രായം കൂടിയവരും അമിത പ്രമേഹമുള്ളവരും അമിത രക്തസമ്മർദ്ദം, ആസ്മ പോലുള്ള രോഗങ്ങൾ ഉള്ളവരും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഗർഭിണികളും കുട്ടികളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. കോവിഡ് വൈറസ് പൂർണ്ണമായും പിൻവാങ്ങിയിട്ടില്ല. തീവ്രത കുറഞ്ഞ വകഭേദമാണ് ഉള്ളതെങ്കിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് വയ്ക്കുന്നതും ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നതും ഇപ്പോൾ ഉത്തമമായ ഒന്ന് തന്നെയായിരിക്കും. അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. കോവിഡ് കേസുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതും രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതും ഉത്തമമായ ഒന്ന് തന്നെയായിരിക്കും. ചില സാഹചര്യങ്ങളിൽ കോവിഡ് ജലദോഷപ്പനി പോലെ വന്നു പോയേക്കാം. 4-5 ദിവസത്തിനുള്ളിൽ ഭേദമാകാനും സാധ്യതയുണ്ട്. ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളാണ് മുഖ്യമായും കണ്ടുവരുന്നത്. തലവേദന, പനി, തൊണ്ടവേദന, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ക്ഷീണം, പേശീവേദന, ഓക്കാനം, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങളും വരാൻ സാധ്യതയുണ്ട്. മഴക്കാലമായതിനാൽ സാധാരണയായി ജലദോഷപ്പനിയും ഉണ്ടാകാം. ജലദോഷപ്പനികളിലും ഈ സമാന ലക്ഷണങ്ങൾ തന്നെയാണ് ഉള്ളത്. അതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ വൈദ്യപരിശോധന നടത്തേണ്ടതാണ്. മഴക്കാലമായതിനാൽ വേറെയും പകർച്ചവ്യാധികൾ കൂടാനുള്ള സാഹചര്യമുണ്ട്. അതിനാൽ എല്ലാവരും തന്നെ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതുമാണ്.